ഈ MOM 10-ൽ MOM 10E ഒരു അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. പ്രോസസ് ഓഫ് റീകോൾ ഓഫ് ഇംപ്ലാന്റബിൾ പ്രോസസ്സസ് ആൻഡ് മെഡിക്കൽ ഡിവൈസസ് ആർ ഹാൻഡിൽഡ് എഫക്റ്റീവ്ലി എന്നാണ്. നമുക്ക് ഒരു കൃത്യമായ കുറേ അധികം ഗൈഡ് ലൈൻസ് ഉണ്ട്. ഒരു ഇംപ്ലാന്റ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യങ്ങളിൽ അത്തരത്തിൽ നമ്മുടെ ഇൻറ്റേർണൽ ഫീഡ്ബാക്ക് സിസ്റ്റം അനുസരിച്ച്, അല്ലെങ്കിൽ മാനുഫാക്ചർ പറഞ്ഞ അനുസരിച്ച്, അല്ലെങ്കിൽ റെഗുലേറ്ററി അതോറിറ്റീസ് പറയുന്ന അനുസരിച്ച് ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ് നമ്മൾ ഈ ഇംപ്ലാന്റബിൾ പ്രോസസ്സസ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസസ് റീകോൾ ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായും ഡോക്യുമെൻറ്റഡ് ആയിരിക്കണം. നമ്മുടെ ഇൻറ്റേർണൽ ഒരു കാര്യമാണ് അതിന് കാരണമാകുന്നതെങ്കിൽ അത് മാനുഫാക്ചറിങ് അതോറിറ്റീസിനെയും നമ്മൾ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. MOM 1-ൽ നമ്മൾ ഈ കാര്യങ്ങൾ ഇൻറ്റേർണലി വ്യക്തമായി പരസ്പരം ഈ വരുന്ന ചേഞ്ച് ഈ ഒരു പ്രോസസ്സിനെ ഉപയോഗിക്കില്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ റീകോൾഡ് ആണ് എന്നത് ഇൻറ്റേർണൽ സിസ്റ്റം വഴി എല്ലാവരെയും അറിയിച്ചിരിക്കണം. FMS 5Gയിൽ ഇത്തരത്തിലുള്ള ഇംപ്ലാന്റബിൾ ഡിവൈസസുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് വ്യക്തമായി നമ്മളിനി പഠിക്കുന്നുണ്ട്. സോ ഈ വക കാര്യങ്ങളെല്ലാം ചേർന്നൊരു അച്ചീവ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ സ്വാഭാവികമായും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ റീകോളിംഗ് ഓഫ് ഇംപ്ലാന്റ്സിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ടുണ്ടാകണം. അത് നമ്മുടെ ഇൻറ്റേർണൽ ഫീഡ്ബാക്ക് സിസ്റ്റത്തിനെ ബേസ് ചെയ്താണെങ്കിൽ അതോറിറ്റീസിനെ അറിയിക്കാൻ നമ്മൾ മറന്നു പോരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് MOM 10E പ്രതിപാദിക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ഇംപ്ലാന്റബിൾ പ്രോസസ്സസിനെ കുറിച്ചും മെഡിക്കൽ ഡിവൈസസിനെ കുറിച്ചുമുള്ള ഒരു സ്റ്റാൻഡേർഡ് 5 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലാന്റ്സ് ഒക്കെ ചെയ്യുന്ന സർജറി ഇല്ലാത്ത ഹോസ്പിറ്റലാണെങ്കിൽ NABHന് പോകുമ്പോൾ നമുക്ക് പരിഗണിക്കേണ്ടാത്ത ഒരു മേഖല തന്നെയാണിത്. എന്നാൽ നമ്മൾ സർജറികൾ ചെയ്യുന്നുണ്ട്, അവിടെ ഇംപ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് വളരെ വ്യക്തമായി മനസ്സിലാക്കി പോകുന്നതാണ് നമുക്ക് നല്ലത്.